ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ അപ്രതീക്ഷിതമായി ഡെസേർട്ട് സഫാരിക്ക് പോകാൻ പോവുകയാണ്. നമ്മളെങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളതും ഖത്തർ എയർവേസ് നമുക്ക് എങ്ങനെ ഫ്രീ അക്കോമഡേഷനും അതുപോലെ ഫുഡും എല്ലാ പരിപാടികളും തന്നു എന്നുള്ളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് തൊട്ട് മുന്നുള്ള വ്ളോഗ് നോക്കിയാൽ മതി, അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഷടപട എന്ന് പറഞ്ഞ് നമ്മുടെ ഈ FJ ക്രൂയിസറിലാണ് നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോകാൻ പോണേ. പോണ വഴിക്ക് ബാക്കി പറയാം. പുറത്ത് നല്ല കത്തുന്ന വെയിലാണ് ഗൈസ്. നമ്മൾ നേരെ തണുപ്പിന്ന് ഇത്രയും വെയിലത്തേക്കാണ് പോണേ. അത് നട്ടുച്ചയ്ക്കാണ് ഡെസേർട്ട് സഫാരിക്ക് പോകണേ, കരിഞ്ഞുണങ്ങും മിക്കവാറും. അപ്പോൾ നമ്മൾ പോണ വണ്ടി FJ ക്രൂയിസറാന്ന് പറഞ്ഞിട്ട് അതാണ് അതിൻ്റെ ഉദ്ദേശം. എന്തൊക്കെ സംഭവം എന്നൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഈ വണ്ടിയിൽ തന്നെയായിരിക്കും നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോണേ. അതുപോലെ നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ബാക്കി 3 പേരും കൂടിയുണ്ട്. അതിൽ 2 പേര് ഡബ്ലിനും ഒരാൾ സ്കോട്ട്ലൻഡിലേക്കാണ് പോകുന്നത്. കണ്ട, ഇവരാണ് ആള് സ്കോട്ട്ലൻഡിൽ പോകുന്നു, ഇവർ 2 പേരും ഡബ്ലിനിലോട്ട് പോകും. എല്ലാവരെയും നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ നമ്മൾ 100 പറപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കിളി ഒന്ന് ആത്മഹത്യ ചെയ്ത് ഗൈസ്. അവിടെ ഒരു കിളിയുണ്ടോ, അതിടിച്ച് അതിൻ്റെ ചോരയാണ് ഈ ഗ്ലാസ്സിൽ മൊത്തം കാണണേ. അങ്ങനെ മരുഭൂമി നമുക്ക് അടുത്ത് കണ്ടു തുടങ്ങി ഗൈസ്. പക്ഷെ ആ കിളി ആത്മഹത്യ ചെയ്തുകൊണ്ട് മൊത്തം ചോരയാണ് ഫ്രണ്ട് ഗ്ലാസ്സിൽ. അവിടെ ആൾക്കാർ മറ്റേ ബഗ്ഗിയിൽ ഇങ്ങനെ സഫാരി ചെയ്യണ കാണാം. എനിക്കോടെ എന്തോരം കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവിടെ മുകളിലൊക്കെ ആൾക്കാരെ കൊണ്ട്. അത് നമ്മുടെ പാക്കേജിലില്ല, അത് എക്സ്ട്രാ എടുക്കണം വേണമെങ്കിൽ. പുള്ളി നമ്മൾ ബഗ്ഗി റെൻറ്റിന് എടുക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മളിവിടെ നിർത്തി. എന്താ ഇതോ ഇവിടെ മറ്റേ ബഗ്ഗി അത് കിടന്നിട്ട് ആൾക്കാർ വിളിച്ചു പുള്ളിയോടെ പോവാം. എന്തൊട്ട് ചെയ്യാൻ പോണെയാവും, മണലാണല്ല. ആ എടുക്കാം ഫുൾ മണൽ അരണ്യമാണ് ഗൈസ്. ഇവിടെ ഇത് സിംഗിൾ ഒരാൾക്കായിട്ട് പോകാവുന്നതുണ്ട്, 2 പേർക്കായിട്ട് പോകാവുന്നതുണ്ട്, 4 പേർക്കായിട്ട് പോകാവുന്നതുണ്ട്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ പൈസ മാറും. നമ്മൾ പറഞ്ഞു നമ്മുടെ പാക്കേജിൽ ഓൾറെഡി ഉള്ളത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. നോക്കാൻ എന്തായാലും ഡെസേർട്ടിൽ ഇറങ്ങണമെങ്കിൽ പിന്നെ നമ്മൾ ടയറിൻ്റെ പ്രഷർ കുറയ്ക്കണം പ്ലീസ്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് റാങ്ലർ ഇറങ്ങണണ്ട, എൻ്റെ ബാക്കിലൊരു ബഗ്ഗി കിട്ടും. അയ്യോ ഒരു കാണാൻ വേണ്ടി നമ്മൾ മെയിൻ റോഡിൽ നിന്ന് camel sunset time is looking beautiful. Okay, for the photo. Yeah. And do you need any Arabian cloth? അങ്ങനെ തലയിൽ കെട്ടുന്ന ഒരു സ്കാർഫും വാങ്ങി നമ്മുടെ ഡ്രൈവർ സഫാരി തുടങ്ങണയ്ക്ക് മുന്നേ ഒരു വണ്ടിയിൽ തന്നെ ഒരു പാട്ടും വീഡിയോ ഒക്കെ പ്ലേ ചെയ്തു, അറബി പാട്ട്. അത് പിന്നെ കോപ്പിറൈറ്റ് അടിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ തൽക്കാലം കോപ്പിറൈറ്റ് അടിക്കാത്തൊരു മ്യൂസിക് ഇട്ട് ബാക്കി ക്ലിപ്സ് കാണിച്ചു തരാം. ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയത് അതുണ്ടോ, മണലൊക്കെ പൂണ്ടു പോകുന്നത്. ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂണ്ടു പോകും. നമുക്ക് വണ്ടി ഇവിടെ ഇട്ട് അവിടെ വേറെ ലാൻഡ് ക്രൂസറുകളൊക്കെ പോകണം. നമുക്ക് വണ്ടി ഇവിടെ ഇട്ട് മറ്റേ അറബികളുടെ സ്കാർഫൊക്കെ കിട്ടി നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാം. അങ്ങനെ സഫാരി ഒരുവിധം ഡെസേർട്ട് സഫാരി ഒരുവിധം കഴിഞ്ഞ് നമ്മളിനി ക്യാമലിൻ്റെ പുറത്ത് കയറാൻ പോകുന്നത്. അവിടെ കുറച്ച് പേര് ക്യാമലിൻ്റെ പുറത്ത് പോകണണ്ട. അതുപോലെ എത്ര 15 മിനിറ്റ് എങ്ങാണ്ടും ക്യാമലിൻ്റെ പുറത്ത് കയറി റൈഡുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോസും സാധനങ്ങളൊക്കെ എടുക്കാം. ഇവിടെ മിക്കതും ലാൻഡ് ക്രൂയിസറും മറ്റേ നിസാൻ പാട്രോളുമാണ്. ഇത് അവിടെ കുതിരയൊണ്ടില്ല. നമുക്ക് ഇനി പോയി ക്യാമലിൻ്റെ പുറത്ത് കയറി സവാരി നടത്തിയിട്ട് വരാം. പുറത്ത് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഒട്ടക ഇച്ചിരി പ്രശ്നമാണ്. ഇളക്കം ഇച്ചിരി കൂടുതലാണ് ഒട്ടകത്തിന്. കണ്ടോ 4 ഒട്ടകങ്ങൾ. ഇത് ഭയങ്കര ഓട്ടാ. കണ്ടോ ഒട്ടകങ്ങൾ പോകുന്നത്. ഇതിടയ്ക്ക് കൂട്ടിയിടിക്കുകയും ചെയ്യും. കാലുമയൊക്കെ വന്ന് കുറച്ച് അധികം പിടിച്ചിരിക്കേണ്ടിയിരിക്കുന്നു. ആ പുള്ളിയാണ് 4 ഒട്ടകത്തെ മേയിച്ചുകൊണ്ട് നടക്കുന്നത്. ഒട്ടകത്തിൻ്റെ റൈഡ് കൊള്ളായിരുന്നു ഗൈസ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫാൽക്കൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പോകുന്നു. കുഞ്ഞി പോണി കുതിരകൾ ഉണ്ട് അവിടെ. ഫാൽക്കൺ ഇരിക്കുന്നു. ഫാൽക്കണെ കൈ പിടിച്ച് നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഫാൽക്കൻ്റെ ഫോട്ടോസ് എടുത്തത് ഞാൻ സൈഡിൽ ഇങ്ങനെ കാണിക്കാം. എന്താവോ എന്തോ. ഇതിന് നഖമൊക്കെയില്ലേ, ഗ്ലൗസ് ഇട്ടിട്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഫാൽക്കൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് നേരത്തെ FJ ക്രൂയിസർ പോയി. ഇനി നമുക്ക് അടുത്ത വണ്ടിയാണ് ഗൈസ്. നേരത്തെ വന്ന സ്ഥലത്ത് വീണ്ടും എത്തി ഗൈസ്. ഈ മറ്റേ ബഗ്ഗിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ ഈ ഒരു ബൈക്ക് എടുക്കാമെന്ന് ചോദിച്ചു. എത്രയായോ CC പറഞ്ഞു, ഞാൻ മറന്നുപോയി. അത് എത്ര $30? 30? ഹൗ മച്ച് സാർ? 30. $30 200cc ബൈക്കിൻ്റെ വില.
നമ്മുടെ അടുത്തൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ചു. ഇൻഷുറൻസിൻ്റെ കാര്യമൊക്കെ പറയുന്നത് ബൈ ബൈ കഴിയും. അങ്ങനെ നമ്മൾ ക്വാഡ് ബൈക്കിങ്ങും കഴിഞ്ഞ് എല്ലാ പരിപാടിയും ഇന്നത്തെ കഴിഞ്ഞു. ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞു. ഇനി 6 മണി 6:15 ആകുമ്പോഴേക്കും ഹോട്ടലിൽ തിരിച്ചെത്തും. പിന്നെ ഒന്ന് ഫ്രഷായി 10 മണിയാകുമ്പോഴേക്കും എയർപോർട്ടിൽ പോകണം. അപ്പോൾ ഡെസേർട്ട് സഫാരിയും പരിപാടികളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ. ബൈ ബൈ പറ.